ഇതെങ്ങനെയാ നമ്മളിങ്ങനെ ഈ പടക്കം ഇതാക്കുന്നത്? ഞങ്ങള് ആദ്യം ഓലയെടുത്ത് തിരി വെച്ചിട്ട് മരുന്ന് കോരിയിടും. മരുന്ന് കോരിയിട്ടിട്ട് അത് ചിറ്റിയിട്ട് കോർത്ത് വലിച്ച് അതിന്റെ പാല് മുറിച്ച് താഴേക്കിടും. വെടിക്കെട്ട് അപകടത്തിൻ്റെ വലിയ വേദന അത് എല്ലാവർക്കുമുണ്ട്. ജീവൻ നഷ്ടമായവർ ഒരുപാട് പേരാണ്. അതിൻ്റെ ആ വേദനയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഈ നാട്. അതിനിടയിൽ ചിലർ രക്ഷപ്പെട്ടതിൻ്റെ ഒരു ആശ്വാസത്തിൽ കൂടിയാണ്. ഇവിടെ കുറേ കാലങ്ങളായി ജോലി ചെയ്തിരുന്ന 2 അമ്മമാർ നമുക്കൊപ്പമുണ്ട്. പ്രേമയും അതുപോലെ തന്നെ സരസുവും. ഇന്നലെ ഉച്ചവരെ പ്രേമമ്മ അവിടെ ഉണ്ടായിരുന്നു. അതിനിടയിൽ വീട്ടിലേക്ക് തിരിച്ചു വന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇന്നലെ ഉച്ചവരെ അവിടെ ഉണ്ടായിരുന്നല്ലോ? ഉച്ചവരെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞതിൻ്റെ ശേഷം കൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇവിടെ വന്നും ഭക്ഷണം കഴിച്ചു. ഞാനൊന്ന് കിടക്കട്ടെ എന്ന് വെച്ചിട്ട് കിടക്കാൻ നോക്കണ നേരത്തിനെങ്കിൽ പൊട്ട് കേട്ട്. അപ്പോൾ ഇവർ വീട്ടിലുള്ളവർ പറഞ്ഞു വല്ല ഇടി വെട്ടാണോ എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ ഇങ്ങോട്ട് ഇറങ്ങി നിന്നു. അപ്പം ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നിന്നപ്പോൾ ചതിക്കൽ കഴിഞ്ഞ് വെടിക്കെട്ടുള്ള പകടം പറ്റിയതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ എത്തിയിരുന്നു. പിന്നെ എനിക്ക് ഒന്നിനും പറ്റുന്നില്ല. ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ എല്ലാവരെയും കണ്ടു പോകുന്നതല്ലേ. അപ്പം എനിക്ക് അവരെല്ലാവരും ഞാൻ പോരും പിന്നെ അവിടെ യാത്ര പറഞ്ഞ് അവർ ടാറ്റ തന്ന് അവർ കുറേ എന്നെ കളിയാക്കി. ഓരോന്നും പറഞ്ഞ് അവരെന്നെ കളിയാക്കി. അമ്മ പൂണ് അല്ലേ അമ്മായി പൂണെന്ന് പറഞ്ഞിട്ടൊക്കെ എന്നെ കുറേ പറഞ്ഞ് അങ്ങനെ ഞാൻ പോകുന്നതാ. പിന്നെ എനിക്ക് എന്തുണ്ടായി എങ്ങനെയാണ് സംഭവിച്ചത് എന്നൊന്നും എനിക്കറിയില്ല. കുറേ പ്രിയപ്പെട്ടവരൊക്കെ ആയിരിക്കുമല്ലേ? അമ്മേൻ്റെ കൂടെ കുറേ കാലമായിട്ടൊക്കെ ജോലി ചെയ്തവരായിരിക്കുമല്ലേ? എല്ലാവരും ഞങ്ങളായിട്ട് പരിചയം. അവിടെ ഉള്ളവർ എല്ലാവരും നല്ല പരിചയമാണ്. നമ്മളിപ്പോൾ ഒരു വീട് പോലെ കഴിയണ പോലെ തന്നെ എല്ലാവരും പെരുമാറ്റം. എപ്പോഴും പിന്നെ പ്രായമായത് ഞാനല്ലേ. അവരെപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ അമ്മായി എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അപ്പം ഞാൻ വിളി കേൾക്കും. ഞാൻ വിളിക്കുമ്പോൾ പറയും എപ്പോഴും ഇങ്ങനെ വിളിയുള്ളക്ക് എന്തെങ്കിലും തന്നൂടെ എന്നൊക്കെ ഇങ്ങനെ അവരോട് ഞാൻ പറയും. അപ്പോൾ അവർ തരൻ്റെ ഇപ്പം ചാനലുകാർ വന്നപ്പോഴും അവർ കുറേ ചാനൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അവരോട് ഇതെപ്പോഴും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന എന്തെങ്കിലേക്ക് കൊണ്ടുവരായിരുന്നില്ലേ എന്ന് വെച്ചു. അപ്പോൾ ഇനി വരുമ്പോൾ കൊണ്ടുവരാട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അവർ പോകുമ്പോൾ പറഞ്ഞു ഞാൻ വെറുതെ പറഞ്ഞിട്ടാ നിങ്ങളൊന്നും കൊണ്ടുവരരുതേ, നാളെ ഞങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞു. നാളെ ഞാൻ ഉണ്ടാവില്ല. അയ്യോ അമ്മ ഉണ്ടാവില്ല അല്ലേ എന്ന് പറഞ്ഞു. ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും പറഞ്ഞില്ല. അവരങ്ങനെയൊക്കെ എടുത്ത് പോയി. കുറേ ആയോ അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നത്? 4 കൊല്ലമായിട്ടുള്ള അവിടേക്ക് പോയി തുടങ്ങിയിട്ട്. അതിൻ്റെ മുപ്പാട് ഈ പടക്കം മിനിത്തെന്ന് പറഞ്ഞില്ലേ, അവൻ്റെ കൂടെ അവ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ആ സ്ഥലത്തേക്കൊക്കെ ഞാൻ പോകാറുണ്ട്. ഞാൻ മാത്രം വേറെ ആരും പോരാറില്ല. ഞാൻ അവൻ്റെ കൂടെ പാലക്കാട് പോയിട്ടുണ്ട്, പഴുന്നാന, പിന്നെ എവിടെയാ കാരപ്പറ്റ, അങ്ങനെ കുറേ. മിനിത്തിൻ്റെ കൂടെ പോയിട്ടുണ്ട്. പിന്നെ കുണ്ടന്നൂർ, ഫസ്റ്റിൽ കുണ്ടന്നൂരൊക്കെ പോയായിരുന്നു. മിനിത്തിന് വെടിക്കെട്ട് ലൈസൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കട്ടായതാണ്. കുറേ അവൻ്റെ അപ്പനായിട്ടുള്ളതാണ്. അവൻ്റെ അപ്പൻ്റെ ചെറുപ്പകാലത്തുള്ളതാണ് ഈ വെടിക്കെട്ട്. അപ്പോൾ അതൊക്കെ പിന്നെ കട്ടായത് ഇതേപോലെ അപകടങ്ങളൊക്കെ വന്ന് കട്ടായതാണ്. അല്ലാണ്ട് അവർ കട്ടാക്കിയതല്ല. ആ അപകടങ്ങൾ വന്നപ്പോൾ കട്ടായതാ. എനിക്ക് വിളിക്കാനായിട്ട് എനിക്ക് പോകണില്ല. ഞാൻ അങ്ങനെ കണ്ട് സംസാരിക്കുന്ന കൂടാണ്ട് ഞാൻ ഫോൺ കൈ പിടിക്കില്ല. എനിക്ക് ഇഷ്ടമല്ലേ ഫോൺ എടുക്കുക. അപ്പം അതുകൊണ്ട് ഫോണൊന്നും കൈ പിടിക്കില്ല, കണ്ട് സംസാരിക്കും. പിന്നെ ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. കാണാൻ പോകണം, പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. ഹോസ്പിറ്റലാന്നൊക്കെ പറയുന്നുണ്ട്, പോകണം, പോവാതിരിക്കാൻ പറ്റില്ല. സരസു അമ്മയും കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അമ്മയും കുറേ ആയല്ലേ ഇവിടെ ജോലി ചെയ്യുന്നത്? കുറേ ആയോ? ഇല്ല, ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കൂടുതലായിട്ടില്ല, അടുത്താണ്. അപ്പോൾ ഈ ജനുവരി മാസം തൊട്ടപ്പോൾ ഞാൻ അവിടെ പോയി 4 വർഷം പോയിട്ടുണ്ട്. ഇത് 4ാമത്തെ വർഷമാണ്. അപ്പോൾ ഇപ്പോൾ ഈ ജനുവരി തൊട്ടാണ് പോയി തുടങ്ങിയത്. അപ്പോൾ ഇന്നലെ വരെ മിനിഞ്ഞാന്ന് വരെ പോയി. ഇന്നലെ പോയിട്ടില്ല. കാരണം കൊണ്ട് പോയില്ല. പോവാന്ന് വെച്ചാൽ തറവാട്ടമ്പലത്തിൽ കളം, പിന്നെ മോൻ്റെ കുട്ടീനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പിന്നെ വേറൊരുത്തിലാക്കിയിട്ട് പോവാം. അപ്പോൾ പിന്നെ വിൻസൻ പറഞ്ഞു വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാൻ പോയില്ല എന്ന് മാത്രം ഇന്നലെ. അപ്പോൾ പിന്നെ കളം കൂടിയിട്ടുമല്ലേ, പരിപാടിയുള്ള കാരണം കൊണ്ട് കൂടുതൽ പോയില്ല. അല്ലെങ്കിൽ കുട്ടീനെ ഇപ്പോൾ എവിടെയെങ്കിലും ആക്കിയിട്ട് പോയിരുന്നു. പിന്നെ രാവിലെ ഒന്നും പോകാൻ പറ്റിയില്ല, കുട്ടികളെ കാരണം കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ഒരു 3:30 സമയമായിട്ടുണ്ട്.
അപ്പോൾ ഞങ്ങളവിടെ വെള്ളം പിടിക്കുക, ഞങ്ങളെല്ലാം 3 പേരും കൂടിയിട്ട് ഇങ്ങനെ വെള്ളം പിടിച്ചിട്ട് നോക്കുമ്പോൾ ഒരു പൊട്ട് കേട്ട് നോക്കുമ്പോൾ ഇതിപ്പോൾ ഇടിമിന്നലല്ലല്ലോ ഇത്. ഇത്ര ദൂരത്ത് കേട്ടില്ലേ? കേട്ടു, ഇവിടുന്ന് കേട്ടു, പൊട്ടിൽ ഇടിമിന്നലല്ലോ ഇത് എന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എന്നെ ഒരാൾ വിളിച്ചു, ഇവിടെ അടുത്തുള്ള ഒരു കുട്ടീനെ വിളിച്ചു. അവരുടെ വീട് മുണ്ടത്തിക്കോട് പെങ്ങളെ കല്യാണം കഴിച്ച വീടാണ്. അപ്പോൾ എന്താ മോനെന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അതിൽ ചേച്ചി വീട്ടിലുണ്ടോ ചോദിച്ചു. ഞാൻ വീട്ടിലുണ്ടോ, നീ എന്താണെന്ന് വെച്ചെങ്കിൽ പറയുമെന്ന് പറഞ്ഞു. അല്ല വീട്ടിലുണ്ടല്ലോ, ഇനി ഞാൻ ഒന്നും പറയണില്ല എന്ന്. അവൻ ഫോൺ അയ്യോ നീ കട്ടാക്കരുത്, എന്തുണ്ടെങ്കിലും നീ പറഞ്ഞോളോട്ടാന്ന് പറഞ്ഞു. എവിടെ നിന്നൊരു പൊട്ട് കേട്ടില്ല, അത് എന്താ സംഭവം എന്ന് ചോദിച്ചു ഞാൻ. ആ പൊട്ട് കേട്ട കാരണം കൊണ്ടാണ് വിളിച്ചത്. പ്രേമമായി വീട്ടിലുണ്ടോയെന്ന് ചോദിച്ചാൽ ഞങ്ങൾ 2 പേരുണ്ട്. പ്രേമമായി ഉച്ചവരെ പോയി, ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളൊരു 12 കാലമാകുമ്പോൾ ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് അവിടുന്നൊന്നും പറഞ്ഞില്ല, പിന്നെ വിളിക്കാൻ പറഞ്ഞിട്ട് പിന്നെ വെച്ചു. അപ്പോൾ പിന്നെ എല്ലാവരും അങ്ങോട്ട് പോയി തുടങ്ങി. അപ്പോൾ അവിടുന്ന് തന്നെയാണ് പൊട്ട് എന്നുള്ളത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലായില്ല ഇങ്ങനെ ഒരു അപകടം നടന്നു എന്നുള്ള കാര്യം. പിന്നെ മനസ്സിലായത്. അപ്പോൾ ഈ കുട്ടി വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല, ഇനി വീട്ടിലുണ്ടല്ലോ അത് മതിയെന്നും പറഞ്ഞു. ഞാൻ വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടുന്ന് ഒരു പൊട്ട് കേട്ട്, എന്താ അത് അറിഞ്ഞിട്ടില്ല. ആ കുട്ടി അറിഞ്ഞിട്ടുണ്ട്, നമ്മൾ വിഷമിക്കാൻ വെച്ചിട്ട് പറയാതിരുന്നതാണ്. അങ്ങനെ പിന്നെ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതിങ്ങനെ പോകുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും പറ്റിയെന്നുള്ള വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു. കുറേ പേര് ഉണ്ട്, ഇന്നലെ കൂടുതൽ പേര് വന്നിട്ടുണ്ടെന്നും പറഞ്ഞു. കുറേ ആൾക്കാർ ഇന്നലെ വന്നിട്ടുണ്ട്, പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെയൊക്കെ ചെറുപ്പം പിള്ളേർ കുറേ ഉണ്ട് ഇതിൽ. അവർക്കൊക്കെ കൂടുതൽ മരുന്ന് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അവർ തിരിമുറിച്ച് തന്നാൽ ഞങ്ങൾക്ക് ഈ ഓല മരുന്ന് അവരെടുത്ത് തരും. അപ്പോൾ ഇത് പടക്കം കെട്ടിൽ മാത്രം. അപ്പോൾ ഇവർക്ക് തിരിമുക്കാനും അത് പേർത്തിടാനൊക്കെ പോകും, ഈ അമ്മായി പേർത്തിടാനൊക്കെ പോകും. ഞങ്ങൾ അങ്ങനെ പോവില്ല, ചെയ്യില്ല, നമുക്കതിനെ പറ്റിയിട്ട് അറിയില്ല. അപ്പോൾ പോവില്ല, ഞങ്ങളെ വിളിക്കൂല. അമ്മ എന്താ വിചാരിക്കുന്നത്, എന്ത് സംഭവിച്ചു നമുക്ക് തോന്നുന്നത്? ചൂട് കൂടിയോണ്ടായിരിക്കും ഇങ്ങനെ ഒരു ചൂട് കൂടിയോണ്ട് തന്നെ, ചൂട് കൂടിയോണ്ട് അപകടമല്ല അത്. ഇത് അവിടുന്ന് പറ്റിയതാണോ? ഇത് അവിടുന്ന് പറ്റിയതാണിത്. അപ്പം ഞാൻ പറഞ്ഞേ എനിക്ക് അവിടുന്ന് ഇതാണത്. അപ്പം ഞാൻ അവിടെ ചൂടുണ്ട്. അപ്പോൾ അന്ന് 2 ദിവസം ഭയങ്കര ചൂടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എന്താണോ എനിക്ക് ഭയങ്കര ചൂട്. അപ്പോൾ ഷർട്ട് ഇട്ട് നോക്കും ഞാൻ ഊരിക്കളഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ ഷർട്ട് ഇട്ടില്ല. അന്ന് രാത്രിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ കുളിച്ചിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ തടവിയപ്പോൾ ഈ തോലിങ്ങനെ ഇങ്ങോട്ട് കിഴിഞ്ഞങ്ങോട്ട് പോയി അങ്ങോട്ട്. അങ്ങനെ പിറ്റേ ദിവസം അത്രയും ചൂടാണ്. ചൂട് ഈ 2 ദിവസം മാത്രമല്ലോ. അത് ഈ സൈഡാണേ, പാടരുകയാണ് അവിടെ. അത് കാരണം കൊണ്ട് അവിടെ നിന്നുള്ള ചൂടുകൾ കൂടി വരുന്നതാണ്. ചൂട് തന്നെയായിരിക്കും അമ്മ ഈ ഒരു പ്രശ്നം. ചൂട് കൊണ്ട് തന്നെയാണ് ഇത് വന്നുള്ളത്, അല്ലാണ്ട് അപകടമല്ല. ഇത് ആൾക്കാരുടെ കയ്യിൽ നിന്ന് അപകടം പറ്റിയതല്ല, ചൂട് കൊണ്ട് വന്നിട്ടുള്ളത്. അത് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഭയങ്കര ചൂട് എന്നൊക്കെ എപ്പോഴും പറയാറും അതുകൊണ്ട് ആ ചൂട് കൊണ്ട് വന്നിട്ടുള്ളതാണ്. ഈ ചൂട് പിന്നെ ഈ നിറച്ച് കണ്ടമാനം മരുന്ന് നിറച്ചുള്ളിലിരിക്കല്ലേ. പിന്നെ 3-4 പെരയുണ്ട് ഈ മരുന്ന് വെക്കണത്. ആ പെര നിറയെ മരുന്നിരിക്കല്ലേ. ആ മരുന്നിരിക്കുമ്പോൾ ഈ ചൂട് സഹിക്കാൻ പറ്റാതെ കണ്ട് വേണമെങ്കിൽ എന്തുണ്ടായി എന്നുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് അപകടം വന്നില്ല. അല്ല ആളുടെ കയ്യിൽ നിന്ന് അപകടം വന്നില്ല. എന്തോ ഒരു ഇത് പറ്റിയിട്ടുള്ളതാണ്. അല്ലാതെ കണ്ട് അപകടം വരെ ഒരിക്കലും സാധ്യതയില്ല. അത്രയും ക്ലിയറിൽ അല്ല അങ്ങനെ പണിയെടുക്കണതൊക്കെ ഭയങ്കര ശ്രദ്ധയോട് കൂടിയിട്ടാണ്. അതിലൊന്നും ഒരു അപകടം വരാനുള്ള സാധ്യതയില്ല. സുരക്ഷയോടുകൂടി തന്നെയാണ് എല്ലതും സുരക്ഷിതോട്. മരുന്ന് ഇങ്ങനെ വെയിലത്തിട്ട് നോക്കുമ്പോൾ അതൊന്നൊരു തീപ്പൊരി അവിടെ നിന്ന് കണ്ടു എന്നാണ് പറയണത്. ഇപ്പോൾ പുറമെ അങ്ങനെ പറയണേക്കാളുണ്ട്. അപ്പം അങ്ങനെ കത്തി പിടിച്ചിട്ട് നോക്കുമ്പോൾ അങ്ങനെ തുരുതുരെ പൊട്ടല്ലേ. പിന്നെ വലിയ മരുന്നുകളെല്ലാം അവിടെ ഇരിക്കണം. തിരുവമ്പാടി ഇപ്പോൾ സാമ്പിൾ ഇപ്പോൾ അടുത്തായില്ലേ. ഈ തിരുവമ്പാടിയിലത്തെ മരുന്നാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. ബാക്കി കുറേ കഴിഞ്ഞു, എല്ലാ ഇതിലും കഴിഞ്ഞു. ഇനി ഇപ്പോൾ തിരുവമ്പാടി ഉണ്ട്, വേറൊരു വെടിക്കെട്ടും കൂടിയിട്ടുണ്ട്. അത് മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അപ്പോൾ ഈ തിരുവമ്പാടിയിലത്തെ മരുന്ന് ഇങ്ങനെ വെയിലത്ത് കൊട്ടിട്ടിരുമ്പോൾ അതൊന്നിങ്ങനെ കത്തണ ഇത് കണ്ടു എന്നാണ് പറയണത്. അത് അപ്പോഴേക്കും ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സാജെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി അവിടെ നിന്ന് തെറിച്ച് വീണു എന്നാണ് പറഞ്ഞത്. ഇത് കണ്ടിട്ട് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വേറെ ഒരു തെറിച്ച് വീണു. അവിടെ പാട സൈഡാണ്, അങ്ങനെ വീണു. അപ്പോൾ ഈ മരുന്ന് കൂട്ടാൻ നടക്കുമ്പോൾ കുറേ പിള്ളേരുകളുണ്ട്, മരുന്ന് കൂട്ടാനായിട്ട് കുറേ പിള്ളേരുകളുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊന്നും ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട വഴി ഞങ്ങൾ അങ്ങനെയായിട്ട് ചെയ്യൂല, ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കൂല. ഇവർക്ക് ഇനി പ്രായവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് എല്ലാ കാര്യങ്ങളും അറിയണ കാരണം കൊണ്ട് ഈ നൂല് പേർത്താനും ആ നൂല് മുക്കിയിടാനും ഒക്കെ ഇവർക്ക് കരിമരുന്ന് മുക്കിയിടാനൊക്കെ ഇവർക്ക് അറിയാം. ഞങ്ങൾക്ക് ഈ ഓല ഇവിടെ വീട്ടിൽ നിന്ന് മുറിച്ച് കൊണ്ടുപോകണത്. ആ ഓല എടുക്കുക, മരുന്ന് അവരെടുത്ത് തരും, തിരി അവർ മുറിച്ച് തരും, അത് ഞങ്ങൾ കെട്ടുക. അത്രമാത്രം ഞങ്ങൾക്കുള്ള, വേറെ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പ്രവേശനവും കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. രക്ഷപ്പെട്ടു എന്നുള്ളത് ആശ്വാസമാണ്. പക്ഷെ അപ്പോഴും പ്രിയപ്പെട്ട കുറേ ആൾക്കാരെ ജീവൻ പോയില്ലേ. നമ്മള് കേക്കല്ലാണ്ട് ഭാഗമില്ലല്ലോ. നമുക്കിപ്പോൾ അത്രയും ഇതിൽ ഞങ്ങൾ കഴിഞ്ഞായിരുന്നാണ്. ഒരു വീട്ടിലെ ആൾക്കാരുടെ പോലെ ഞങ്ങൾ
ഭക്ഷണം കഴിക്കുകയാലും എന്ത് കാര്യത്തിന് എല്ലാവരും ഒപ്പം വന്ന് ഇരുന്ന് കഴിച്ചു. അങ്ങനെ അവരവർ പണിയണ പണിക്ക് അങ്ങനെ പോവും. ഞാൻ പടക്കം മാലയാക്കണമെങ്കിൽ മാലയാക്കാൻ പോവും, പടക്കം കെട്ടണമെങ്കിൽ അതിന് പോവും, തിരി മുക്കണമെങ്കിൽ അതിന്, അങ്ങനെയുള്ള എല്ലാ പണികൾക്കും ഞാൻ ഇറങ്ങാറ് പതിവുണ്ട്. എല്ലാത്തിനും ഭവാനേച്ചി എന്ന് പറഞ്ഞ ചേച്ചി ഇന്നലെ പോവാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നിർബന്ധിച്ച് മിഞ്ഞാന്ന് രാത്രി വിളിച്ച് പറഞ്ഞു ഞാൻ പോണില്ല പറഞ്ഞു. ഇന്നലെയും വിളിച്ച് പറഞ്ഞു ഞാൻ പോണില്ല ഏട്ടാ, സരസമ്മ ഞാൻ പോവില്ല ഏട്ടാ, ഞാൻ പോണില്ല ഏട്ടാന്ന് പറഞ്ഞു. നിങ്ങളില്ലല്ലോ, ഞാൻ പോണില്ല ഏട്ടാ പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞു കുട്ടി പൊക്കോളോ, എന്തിനു പോവാതിരിക്കണത്, കുട്ടി പൊക്കോളോ എന്ന് പറഞ്ഞു. ഞാൻ പോണില്ല, ഇനിയിപ്പോൾ ഏതായാലും പ്രേമിച്ച് ഉച്ചയ്ക്ക് വരില്ല, അപ്പം ഞാൻ പോണില്ല പറഞ്ഞു. അതും കൂടിയിട്ട് ഇന്നലെ പോയി. അപ്പം അതിനതങ്ങനെ വെച്ചേക്കണു, നമ്മളെന്താ ചെയ്യുക. എന്നോട് പറഞ്ഞതാണ് പ്രേമിയച്ചേരെ കൂടെ നമുക്ക് വണ്ടി വിളിച്ചിട്ട് പോവാ പ്രേമിയച്ചേ, ഞാനും കൂടെ പോരുന്നുണ്ട്. ഞാൻ അതിനോട് ഒന്നും വേണ്ടിയില്ല. പോരണ്ടെന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും പറഞ്ഞെങ്കിലും വന്നിട്ട് ഞാൻ അതിനോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ പോരാ പ്രേമിയച്ചേന്ന് പിന്നെയും പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞു, എന്നോട് അവർ പറഞ്ഞു കയ്യും കാലും കഴുകുക, അമ്മായിനെ ഞങ്ങൾ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടെ പണിയണേൽ ഇന്നൊരാൾ എൻ്റെ വീട്ടിൽ വണ്ടിയും അവിടെ കൊണ്ടുവന്നിറക്കി. അപ്പോൾ പോരുമ്പോഴേ ഞാനും പോരാ പ്രേമിയച്ച, ഞാനും പോരാ. അതിനോട് എനിക്ക് ഒന്നും പറയാനും തോന്നിയില്ല, ഞാൻ ഒന്നിട്ട് പറയും ചെയ്തില്ല. അതിന് ഭയങ്കര പേടിയുള്ള ആളാണ്. എനിക്ക് പിന്നെ ഈ വക പണിക്ക് ഒരു പേടിയില്ല. നമ്മളിതൊക്കെ കുറേ കാലമായി കണ്ടുടങ്ങിയിട്ട് ഞാനതിൽ മരുന്നെടുത്തിട്ടൊക്കെ എനിക്ക് തീപ്പൊള്ളിയുള്ള തന്നെയാണ് പൊള്ളിയുണ്ട് നേരത്തെ. അപ്പം എനിക്കിത് വലിയ പേടിയൊന്നും തോന്നണില്ല. ഞാൻ എപ്പോൾ പണിയുണ്ടെന്ന് വെച്ചെങ്കിലും ഞാൻ പോവും, പണിയെടുക്കും, പോരും. അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ ഭവാനി എന്ന് പറഞ്ഞ ചേച്ചി ഒരു പടക്കം പൊട്ടണമെങ്കിൽ ചെവിയിൽ വിരലിട്ടിട്ട് എടുക്കുള്ളൂ. അത്രയും പേടിയുള്ള ഒരാളാണ്, ഭയങ്കര പേടി. അങ്ങനെ ഇന്നലെ അത് പോണില്ല പറഞ്ഞിട്ട് ഇന്നലെ അത് പോവുകയും ചെയ്തു. വാർഡ് മെമ്പർ കൂടി നമുക്കൊപ്പം ഉണ്ട്. ഇവർ രക്ഷപ്പെട്ടു എന്നുള്ള വലിയ ആശ്വാസമാണ്. അതെ, വളരെ ആശ്വാസമാണ്. അത് 4ഓളം സ്ത്രീകളാണ് ഇവിടെ ഈ ഞങ്ങളുടെ വാർഡിൽ നിന്ന് അവിടെ ജോലി ചെയ്യുന്നത്. അവർക്ക് ഒരു കുഴപ്പമില്ല എന്ന് അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. പിന്നെ വാർഡിൽ തന്നെ ഇപ്പോൾ 3 സ്ത്രീകളും 2 പേര് പുരുഷന്മാരാണ് ഇവിടെ ഇതിനായിട്ട് മെയിനായിട്ട് ചെയ്യുന്നവർ. ഇവരിപ്പോൾ ഇത്തിരി അകലെ ആയതുകൊണ്ടാണ് ഇവർ അത്രയും രക്ഷപ്പെട്ടതെന്ന് തന്നെ പറയാം. ഇന്നലെ പോകാൻ പറ്റിയില്ലല്ലോ, ഞങ്ങൾ ഇന്നലെ പോയില്ല, അത് കാരണം. അതെ, ഈശ്വരാനുഗ്രഹം തന്നെ. ഏതായാലും അങ്ങനെ തന്നെയാണ്. 2 പേരും പ്രേമയും സരസുവും അവിടെ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ ഇന്നലെ അവർ അവിടെ ഈ അപകട സമയത്ത് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെയാണ് ആ അപകടത്തിൽ നിന്ന്, ആ ദുരന്തത്തിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അതിൻ്റെ വലിയ ആശ്വാസം അവർക്കുണ്ട്. പക്ഷെ അപ്പോഴും വേദന എന്നുള്ളത് അവരുടെ പ്രിയപ്പെട്ടവരാണ് നഷ്ടമായിട്ടുള്ളത്. അതിൻ്റെ എല്ലാ ദുഃഖവും അവരനുഭവിക്കുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ.